ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ സ്ട്രോബെറി പഴങ്ങൾ നിങ്ങളുടെ വീട്ടിലും നട്ട് പിടിപ്പിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് സ്ട്രോബെറി തൈകളാണ്. തുടങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ 2 സ്ട്രോബെറി തൈകളാണ്. അതിൽ നിന്നുമാണ് ഞാൻ ഇതുപോലെ ഇത്രയും തൈകൾ ഉണ്ടാക്കിയത്. ആദ്യമേ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. ഒരുപാട് ലീഫുകൾ ഇതിൽ വന്ന് കിടപ്പുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് നമ്മൾ തൈകളാക്കി എടുക്കുന്നത്. അതിനു വേണ്ടി നമുക്കൊരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് മണ്ണ്, അതിന് വളമൊന്നും ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഒരു കുഞ്ഞു പാത്രത്തിൽ അല്പം മണ്ണെടുത്ത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ശിഖരം, ഇതെല്ലാം ലീഫുകളാണ് ഈ കാണുന്നത് മൊത്തം, ഇതിന്ന് ചുമ്മാ മണ്ണിൽ പിടിപ്പിച്ച് കൊടുത്താൽ തന്നെ അതിൽ വേര് പിടിച്ച് ചെടി വലുതായിക്കോളും. പിന്നെ നമ്മൾ താങ്ങായിട്ട് 2 ഈർക്കിലിയുടെ കമ്പ് കുത്തി കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെടിയാക്കി വെച്ച് അതിൽ കമ്പ് കുത്തി കൊടുത്ത് വെച്ച് ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്കോ ശേഷം നമുക്ക് നട്ടെടുക്കാവുന്നതാണ്. ഈ കാണുന്ന തൈകളെല്ലാം ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് വേര് പിടിപ്പിക്കാൻ നിർത്തിയ തൈകളാണ്. ഇത് ഒന്നിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം ചെടികൾ ഉണ്ടാക്കിയെടുക്കും. ഞാനാകെ 2 തൈകളാണ് വാങ്ങിച്ചുകൊണ്ട് വച്ചത്. ഇപ്പം 50ഉം 60ഉം തൈകൾ ഇതിൽ നിന്ന് ഞാൻ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നൊരു തൈ ഞാൻ നിങ്ങളെ നട്ട് കാണിക്കാം. ഇതിലെടുത്തപ്പോൾ തന്നെ കാണാം അതിൻ്റെ സൈഡ് വഴിയെല്ലാം ചെറിയ ചെറിയ തൈകൾ പിന്നെയും ഉണ്ടായി വരുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല, നമുക്കത് കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇതിന് വേണ്ട ആവശ്യമായ എന്തൊക്കെയാണെന്ന് പോട്ടിംഗ് മിക്സ് നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടി നമ്മൾ പാത്രത്തിൽ അല്പം മണ്ണാണ് എടുക്കുന്നത്. കുറച്ച് മാത്രം മണ്ണ് മതിയാവും. കൂടുതൽ വളങ്ങളാണ് ഉപയോഗിക്കുന്നത് നല്ലത്. നമുക്ക് എല്ലുപൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ ചാണകപ്പൊടി, പിന്നെ ആവശ്യമായിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച മുട്ടയുടെ പൊടി ഉപയോഗിക്കാറുണ്ട്. മുട്ടത്തോടിൻ്റെ പൊടി, പിന്നെ ചകിരിച്ചോറ് ഉപയോഗിക്കാൻ, അത് ഞാൻ ഇടാൻ മറന്നു പോയതാണ്. അതും കൂടെ ചേർത്ത് വേണം മിക്സ് ചെയ്ത് നിങ്ങൾ വളം ഉണ്ടാക്കിയെടുക്കാൻ. ഇങ്ങനെ വളം മിക്സ് ചെയ്ത് മാത്രമേ, പോട്ട് മിക്സ് ഉണ്ടാക്കി മാത്രമേ ഏത് ചെടിയാണെങ്കിലും നടാവുള്ളൂ. അല്ലാതെ മണ്ണ് കുറേ വാരിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇടരുത്, അത് നല്ലതല്ല. ആദ്യമേ തന്നെ ഒരു ചട്ടിക്കകത്ത് നമ്മൾ വായു സഞ്ചാരം കിട്ടാൻ വേണ്ടി കുറച്ച് കരിയില ഇടുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ മുകളിൽ മാത്രം വേണം ഈ മിക്സ് വിതറാൻ. ഇത് ആവശ്യത്തിന് മണ്ണെടുത്ത് നന്നായി പൊക്കിയെടുക്കണം. പിന്നെ കൂടുതൽ മണ്ണ് ഉപയോഗിക്കുന്നത് നല്ലതല്ല, ഇങ്ങനെ അമങ്ങി ഇരിക്കും. വളങ്ങളാണ് കൂടുതൽ ചേർക്കുന്നതെങ്കിൽ ചെടികൾ നന്നായി ഫലപുഷ്ടിയായിട്ട് വളരുകയും ചെയ്യും. ഇത് നമ്മൾ പേപ്പർ ഗ്ലാസ്സിൽ നട്ടുകൊണ്ട് പേപ്പർ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. അതിനുശേഷം നമ്മൾ അതിനുള്ളിൽ വേരുണ്ട്, അപ്പം തട്ടുകയോ ഇളകുകയോ ഒന്നും ചെയ്യാതെ നനഞ്ഞ മണ്ണായതുകൊണ്ട് ഇറക്കി വെക്കാൻ എളുപ്പമാണ്. അതിനുശേഷം അതിന് ചുറ്റും വേണമെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണിട്ട് പൊക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞുകൊണ്ട് കുറച്ച് വെള്ളം തളിച്ച് വേണം നമ്മൾ നിർത്താൻ. പിന്നെ 2-3 ദിവസം നമുക്ക് തണലുള്ള സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത്. എന്നാലേ നമുക്ക് വേരൊക്കെ ഒന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. ഇതുപോലെ നമ്മൾ വെയിലത്ത് കൊണ്ട് വെച്ചാൽ ചിലപ്പോൾ വാടിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. വേര് പിടിച്ചതായതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നും പറ്റത്തില്ല, പെട്ടെന്ന് വളർന്ന് കിട്ടും. ഇതുപോലെ ഞാൻ തൈകളും കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ബായ്.